മനസ്സിനെയും വള്ളങ്ങളെ പ്രേമികളെയും വിവിധ വോട്ട് ക്ലബിന്റെ അധികാരികളെയും അംഗങ്ങളെയും ഞങ്ങൾ സാദരം ചമ്പക്കുളം ജനരാജൻ ഇരിക്കുന്ന മാലിപ്പുരയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് കുട്ടനാട്, കുട്ടം നാട്. അത് ചെളിയും വെള്ളവും ചൈതന്യപ്പൂവിൽ വിജയകാഹളം മുഴക്കി കടന്നു വരുന്നു ചമ്പക്കുളം ജനരാജൻ. ഓളപ്പരപ്പിലും മേളപ്പരപ്പിലും താളപ്പരപ്പിലും ചിന്തയോടെ തുഴയെറിഞ്ഞ് പങ്കായം കലർത്തിയെറിഞ്ഞ് ചുഴറ്റിയെറിഞ്ഞ് എതിരാളികളുടെ മുന്നിലൂടെ സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോകുന്ന പാരമ്പര്യമുള്ള ചമ്പക്കുളം ചുണ്ടന്റെ പുതിയ പിന്താണി ഇന്ന് നേരിടുകയാണ്. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളത്തിന്റെ ചൈതന്യഭൂവിൽ പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മാലിപ്പുരയിൽ ഇന്ന് 6:45 ശുഭമുഹൂർത്തത്തിൽ പുണ്യവാദിയായ പമ്പയുടെ തീരുമാനത്തിലേക്ക് ചമ്പക്കുളം ചുണ്ടൻ കുതിക്കുകയാണ്. ഈ നേരണിയൻ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരെ വള്ളംകളി കമ്മിറ്റികളുടെ പേരിൽ ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. കാര്യപരിപാടി ഈശ്വര പ്രാർത്ഥന, സ്വാഗതം ശ്രീ ജേക്കബ് ജെ മാപ്പിളശ്ശേരി, രക്ഷാധികാരി ചമ്പക്കുളം ബോട്ട് ക്ലബ്. അധ്യക്ഷ പ്രസംഗം ശ്രീ സിബി ജേക്കബ് ഉണ്ടെങ്കിൽ, പ്രസിഡന്റ് ചമ്പക്കുളം ബോട്ട് ക്ലബ്. ഉദ്ഘാടനം കേരളത്തിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല. വെബ്സൈറ്റ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജേക്കബ് അബ്രഹാം, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മെമ്പർ. ആശംസകൾ ശ്രീ കെ കെ ഷാജിയും XMLA, ശ്രീമതി ജെസി ജോർജി, പ്രസിഡന്റ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. ശ്രീ ജോർജ് മാത്യു പഞ്ഞിമരം, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. ശ്രീ ആർ കെ കുറുപ്പ്, പ്രസിഡന്റ് ചുണ്ടൻവള്ളം ഓണേഴ്സ് അസോസിയേഷൻ. പ്രൊഫസർ രഘുനാഥ്, സെക്രട്ടറി ചുണ്ടൻവള്ളം ഓണേഴ്സ് അസോസിയേഷൻ. ശ്രീ ജെയിംസ് കുട്ടി തിരുവാർപ്പ്, ക്ലബ് അസോസിയേഷൻ പ്രസിഡന്റ്. ശ്രീ എസ് എം ഇക്ബാൽ, ക്ലബ് അസോസിയേഷൻ സെക്രട്ടറി. ശ്രീ ജോബൻ ജോളി വാരിക്ക, വൈസ് പ്രസിഡന്റ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. ശ്രീ മുരളി കളത്തിൽ, ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ. ശ്രീമതി മോളി ടോമി, ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ. ശ്രീ ജോർജ് മാത്യു പുത്തൻപറ, ശ്രീ ജോസി അലക്സാണ്ടർ സെക്രട്ടറി ചമ്പക്കുളം ബോർഡ്. പ്രശസ്തമായ ചമ്പക്കുളം ബോർഡ് ക്ലബിന്റെ ഭരണസമിതി അംഗങ്ങൾ ശ്രീ സിബി ജേക്കബ് ഉണ്ടെങ്കിൽ പ്രസിഡന്റ്, ശ്രീ മാത്യു ജോസഫ് മാപ്പിളശ്ശേരി വൈസ് പ്രസിഡന്റ്, ശ്രീ ജോസി അലക്സാണ്ടർ കല്ലോത്ര സെക്രട്ടറി, ശ്രീ ജോബൻ വർഗീസ് ഭാഗ്യരെ ട്രഷറർ, ശ്രീ തുറവി തോമസ് കോഴിപ്പരക്കൻ, ശ്രീ ഗ്രിഗറി ജോസഫ് അയ്യങ്കരി, ശ്രീ ബെൻസി തോമസ് ദുരത്തിൽ, ശ്രീ ഷിബു ഇബ്രഹാം ബജയിൽ, ശ്രീ പോത്തൻ ഫിലിപ്പ് മണത്തറ. ഇവരെല്ലാവരും ഔദ്യോഗികമായി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ചരിത്രം സാക്ഷ്യം വഹിക്കാനിറങ്ങുന്ന ശുഭപ്രതീക്ഷയുള്ള നീരണിയൽ ചടങ്ങ്. ചുണ്ടൻവള്ളം 400 വർഷത്തെ പാരമ്പര്യമുള്ള ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ നമ്മുടെയൊക്കെ പൂർവ്വകാലങ്ങൾ ആടിപ്പാടി നടന്ന തുഴഞ്ഞ പങ്കായം കുത്തിയൊരിഞ്ഞ വഞ്ചിപ്പാട്ട് പാടി താളമേളങ്ങളോടെ കടന്നുപോയ ചരിത്ര കഥ പറയുന്ന പുണ്യനദിയുടെ ഗിരിമാലയിലേക്ക് ഇതാ ഒരു പുത്തൻ ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ ഇന്ന് നീരണിയുന്നു.
അനേകായിരങ്ങളുടെ സാക്ഷ്യത്തിൽ ആർപ്പുവിളികളുടെ മധ്യത്തിൽ വഞ്ചിപ്പാട്ടിന്റെ താളലയത്തിൽ അനേകായിരങ്ങളുടെ കരവലയങ്ങളിലൂടെ Hey!
പ്രത്യേകം ചടങ്ങുകളുണ്ട്. ഇതിന്റെ ശില്പി ഉമാമഹേശൻ ആയിരിക്കും ഇതിൽ ആദ്യമായി കയറുന്നത്. അതുപോലെ തന്നെ ബോട്ടിൽ കിടക്കുന്നവരും വള്ളത്തിൽ ഉള്ള ആവേശക്കാരും ഒക്കെ ശ്രദ്ധിക്കുക. ആവേശത്താൽ ആരും വള്ളം നീറ്റിലിറങ്ങുമ്പോൾ ആവേശത്താൽ ആരും വള്ളത്തിലേക്ക് ചാടിക്കയറരുത് എന്ന് അറിയിക്കുകയാണ്. പ്രശസ്ത ശില്പി ഉമാമഹേശന്റെ 8ാം തീയതി ചമ്പക്കുളം പുത്തച്ചുണ്ടൻ ഇതാ നേരിടുവാൻ ഇനിയും നിമിഷങ്ങൾ മാത്രം. ഏവരെയും ഞങ്ങള് ഈ നീറ്റിലിറക്കൽ കർമ്മ സാധനം ക്ഷണിക്കുകയാണ്. മറ്റേക്ക് കടന്നു നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക. ആരും ചെരുപ്പുകൾ ഉപയോഗിച്ച് ഈ മാലിപ്പുഴയിലേക്ക് കയറരുത്. 8 ഹാട്രിക്കുകൾ ഉൾപ്പെടെ നെഹ്റു ട്രോഫിയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ചമ്പക്കുളം ചുണ്ടൻ തിരുവനന്തപുരം USG കമ്പനിക്ക് കൈമാറിയെങ്കിലും നാട്ടുകാരുടെ ആവേശത്തിന് വീണ്ടും ചമ്പക്കുളം പുത്തൻചുണ്ടൻ 7 മാസം കൊണ്ട് പണി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ 7 മാസത്തിൽ 180 ദിവസം കൊണ്ടാണ് ഈ പണി പൂർത്തീകരിച്ചത്. 7 മാസം 210 ദിവസമെങ്കിലും അതിൽ ഞായറിനം ഒഴിവാക്കിയാൽ ഏതാണ്ട് 180 ദിവസത്തെ ഉമാമഹേശന്റെ നേതൃത്വത്തിലുള്ള ശില്പികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ചമ്പക്കുളം പുത്തൻചുണ്ടൻ. അത് നാടിന് ആവേശമായി മാറുന്ന, നാട്ടുകാർക്ക് ആർപ്പുള്ളിയായി മാറുന്ന ചമ്പക്കുളം ചുണ്ടന്റെ നീതിനിറക്കൽ കർമ്മങ്ങൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ ആരംഭിക്കുകയാണ്. ആവേശകരമായ ചമ്പക്കുളം പുത്തൻചുണ്ടൻ നെഹ്റു ട്രോഫിയിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ നെഹ്റു ട്രോഫി ഇതിൽ ആദ്യമായി ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയും മഹനീയമായ രീതിയിൽ എന്ന് വേണം പറയുവാൻ. അത്ര കണ്ട് കുറഞ്ഞ സമയം കൊണ്ട് പണിതീർത്ത ഒരു ചുണ്ടൻ വള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ചമ്പക്കുളം പുത്തൻചുണ്ടന് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നായി മാറുകയാണ്. അതാണ് ചമ്പക്കുളം പുത്തൻചുണ്ടൻ. അതിന്റെ നീതിനിറക്കൽ കർമ്മങ്ങൾക്കുള്ള ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചു. ഇറക്കുകയായിരുന്നു. പ്രശസ്ത ഉമാമഹേശ്വരന്റെ അദ്ദേഹത്തിന്റെ കൂടെ പണിയെടുത്ത സഹോദരന്മാർക്ക് ഞങ്ങൾ ഓർക്കുന്നു. വള്ളത്തേലോട്ട് പ്രധാന ശില്പി കയറാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിനാണ് അതിന് അവകാശം, അദ്ദേഹത്തിനാണ് അതിന് ഘടന, അദ്ദേഹത്തിനാണ് അതിന് അധികാരം. അങ്ങനെയാണ് സുന്ദരമായ ആ വള്ളത്തിലേക്ക് പ്രശസ്ത ശില്പി, പ്രധാന ശില്പി, വിശ്വശില്പി ഉമാമഹേശ്വരൻ നമ്മുടെ ചമ്പക്കുളം ചുണ്ടനിലേക്ക് ആഴത്തേക്ക് കയറുകയാണ്. അതെ, കയ്യടിക്കുക. രാജപ്രൗഢിയോടെ നിൽക്കുകയാണ്. ഇതാണ് എന്റെ മാനസപുത്രൻ, ഇതാണ് എന്റെ മനോഹരപുത്രൻ, ഇതാണ് എന്റെ അഭിമാനപുത്രൻ, എന്റെ 8ാമത്തെ പുത്രൻ. അതിന് ചരിത്രത്തിനും പുരാണത്തിനും വലിയ സ്ഥാനമുണ്ട്. അങ്ങനെ ചമ്പക്കുളം ചുണ്ടനിതാ 8ാമത്തെ ചുണ്ടന്റെ മകന്റെ ആ വിരിമാറിലേക്ക് അമരത്തേക്ക് ഉമാമഹേശ്വരൻ കയറി കഴിഞ്ഞു. അങ്ങനെ ആഘോഷമായി പരിപാടിയായി നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭംഗിയായി തീരുകയാണ്. നാരായണനാഥയുടെ 8ാമത്തെ വള്ളമായിരുന്നു നമ്മുടെ മടയിലുള്ള വള്ളമെങ്കിൽ അദ്ദേഹത്തിന്റെ പുത്രൻ ഉമാമഹേശ്വരന്റെ 8ാമത്തെ വള്ളമാണ് ചമ്പക്കുളം ചുണ്ടൻ. മോട്ടോർ മാറ്റണം, മോട്ടോറിൽ മാറ്റണം, ഡ്രൈവർമാരെന്ന് പറയാൻ മോട്ടോർ മാറ്റണം, ആൾക്കാരിൽ നിന്ന് മാറണം. വള്ളങ്ങൾ നേരത്തോട് അടുക്കുകയാണ്. വള്ളങ്ങൾ പ്രേമികളുടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ അതെ വിജയ സ്വപ്നത്തിന്റെ നിറകൾ ചാർത്തിക്കൊണ്ട് ചരിത്രം എഴുതാൻ ശ്രമിക്കുന്ന ചമ്പക്കുളം ജലരാജന് ചമ്പക്കുളം നിവാസികളുടെ മാത്രമല്ല, കുട്ടനാട് നിവാസികളുടെ മാത്രമല്ല, കേരളത്തിൽ അർബോധമുള്ള എല്ലാ ജലപ്രേമികളുടെയും ജലകായികമേളയുടെ സംഘാടകരുടെയും നാമത്തിൽ ഞങ്ങൾ അഭിമാനം തെക്കോട്ട് വള്ളം ക്ഷണിക്കുകയാണ്. അങ്ങനെ വിശിഷ്ടാതിഥികളൊക്കെ തന്നെ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്.
വികാരം ആ വികാരം ഏറ്റെടുത്തുകൊണ്ട് ഏതാണ്ട് 180 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ ചുണ്ടൻവള്ളം അടുത്ത ദീർഘ വെള്ളത്തിലിറങ്ങുവാൻ സഹായിക്കുകയെങ്കിൽ തീർച്ചയായും അധികം വളരെ കൃത്യമായി ഒരു ചെറിയ ഒരു 50 കിലോയുടെ അല്ലെ ഒരു 5 കിലോയുടെ പോലും വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ വളരെ ആ വള്ളത്തിന്റെ കിടപ്പ് കണ്ടപ്പോൾ തന്നെ ഇത്ര ലക്ഷണമൊത്തോട് വള്ളം പണിയുവാൻ അതിന് നേതൃത്വം നൽകിയ ഉമാമഹേശ്വരൻ ആശാരിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ, ഈ നാട്ടുകാർക്ക് വേണ്ടി, ഈ പ്രദേശവാസികൾക്ക് വേണ്ടി, വള്ളംകളി കമ്മിറ്റിക്കാർക്ക് വേണ്ടി അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ അഭിമാനത്തിന്റെ, നമ്മുടെ വളരെ വർഷങ്ങളായി കാത്തുപരിപാലിച്ചു കൊണ്ടുവന്ന നമ്മുടെ പൈതൃകത്തിന്റെ ഒരു ഭാഗമായി നമ്മുടെ ഈ വള്ളം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൊട്ടടുത്ത് വരുന്ന മത്സരങ്ങൾ, മൂലം ജലോത്സവം മുതൽ അങ്ങോട്ട് നടക്കാൻ പോകുന്ന മത്സരങ്ങളില് നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ, പുതുതായി പുറത്തിറക്കിയ ചമ്പക്കുളം ചുണ്ടൻ മുന്തിയ സ്ഥാനത്ത്, 1ാം സ്ഥാനത്ത് തന്നെ എത്തിച്ചേരാം. അതിനുവേണ്ടി നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം. ഇതിന് നേതൃത്വം നൽകിയ മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇതിനുവേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ചുണ്ടൻവള്ളം ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ ആർ കെ കുറുപ്പ് അവരുടെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു പഞ്ഞിമരം, പഞ്ചായത്ത് മെമ്പർമാർ ശ്രീ മുരളി, ശ്രീമതി മോളി, ടോമി, ഈ ജലോത്സവ രംഗത്തെ പ്രഗത്ഭരും പ്രശസ്തരുമായ ഇവിടെ എത്തിയിരിക്കുന്ന പ്രതിനിധികൾ കൊണ്ട് ധന്യമാണ് ഈ ചടങ്ങ് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഈ കരയിലൊരു വള്ളം, പുതിയ വള്ളം, എനിക്ക് ഈ വള്ളം കമ്മിറ്റിയോട് പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ വ്യക്തിപരമായ അടുപ്പമുള്ള ആളാണ്. ിന്നു പനി നീർക്കവടിയാട്ടം കാവിലമ്മയ്ക്കുന്നു രാവിൽ ഗരുഡൻ ദുഃഖം. എല്ലാ സ്ഥലവും ഞാൻ ദർശിച്ചു കഴിഞ്ഞു. ചമ്പക്കുളമായിട്ട് ബന്ധമുള്ള ചുണ്ടനോട് മാത്രം ഒരപേക്ഷ. സർവവിധ മംഗളങ്ങൾ മേൽക്കുമേലെ ഭവിക്കുവാൻ സർവശക്തനായ ദൈവം തുണയേകട്ടെ. നിനക്ക് സർവവിധ മംഗളങ്ങൾ നേർക്കുനേരെ ഭവിക്കുവാൻ സർവശക്തനായ ദൈവം തുണയാകട്ടെ. നന്ദി, നമസ്കാരം. ഇനിയും അടുത്തതായി നമ്മളേവരും സ്വപ്നം കണ്ടിരുന്ന ഈ ചമ്പക്കുളം പുത്തൻചുണ്ടന് പണിതീർക്കുവാൻ കഠിനാധ്വാനം ചെയ്തവരെ ആദരിക്കുന്ന ചടങ്ങാണ്. 7 മാസം കൊണ്ട് പണി തീർത്തു എന്ന് പറഞ്ഞാലും അതിൽ ഞായർ ഒഴിച്ചിട്ടാൽ 180 ദിവസം കൊണ്ട് പണി തീർത്ത ചരിത്രത്തിലെ ആദ്യ ചുണ്ടൻ വള്ളം എന്ന ബഹുമതിക്കും ചമ്പക്കുളം പുത്തൻചുണ്ടൻ അർഹനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ന് നാടിന്റെ അഭിമാനമായി നീറ്റിലിറങ്ങിയിരിക്കുന്ന ഈ ചുണ്ടൻ വള്ളം പണിതുയർത്തിയത് പ്രശസ്ത ശില്പിയായിരുന്ന കോഴിമുക്ക് നാരായണനാചാര്യയുടെ മൂത്ത മകൻ ഉമാമഹേശനാണ്. നാരായണനാചാര്യായിരുന്നു നമ്മുടെ ചുണ്ടൻ വള്ളം, ചമ്പക്കുളം ചുണ്ടൻ വള്ളം 74-ൽ പണിതെങ്കിൽ